വിവരങ്ങൾ ജമാൽ നൽകും. ജമാൽ ഒരിക്കൽ കൂടി. ജമാൽ, എന്താണ് ഇന്നും കോടതി പറഞ്ഞ കാര്യങ്ങൾ? ഈ സൂക്ഷ്മ പരിശോധന പൂർത്തിയായില്ലെന്നാണ്. എന്ത് കാരണം പറഞ്ഞാണ് കേസ് മാറ്റിവെച്ചത്? സിജു, ഏഴാം തവണയും ഈ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസിൽ മലയാളികൾക്ക് നിരാശയാണ്, അവരുടെ കുടുംബത്തിന് വലിയ നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. ഏഴാം തവണയും റിയാദ് കോടതി ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നു. നേരത്തെ കോടതി പറഞ്ഞ ചില കാരണങ്ങൾ തന്നെയാണ്. സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ കൂടുതൽ പഠനം ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ അറിയുന്ന വിവരം. നേരത്തെ നമ്മൾക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ കുടുംബം, അനസ് അൽ ഷഹീറിന്റെ കുടുംബം ഈ റഹീമിന് മാപ്പ് നൽകിയിരുന്നു എങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം പബ്ലിക് റൈറ്റ് ഡിഫൻസുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പൗരന്റെ സുരക്ഷ എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തടസ്സങ്ങൾ ഈ കേസിൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഈ കേസ് നീട്ടിയിരിക്കുന്നു. അടുത്ത തീയതി ഉടൻ അറിയിക്കും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഉടൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അടുത്ത സിറ്റിംഗ് ഉണ്ടാകുമെന്ന് കരുതുന്നു. പക്ഷേ ഏതായാലും മലയാളികൾക്ക് ഇപ്പോൾ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഒരു വലിയ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. കാരണം ഈ മരിച്ച അനസ് അൽ ഷഹീറിന്റെ കുടുംബം ഇവരുടെ റഹീമിന് മാപ്പ് നൽകിയിരുന്നു. അവരുടെ വധശിക്ഷ കഴിഞ്ഞ ജൂലൈ മുതൽ ഈ വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 18 വർഷമായി റഹീം ജയിലിൽ തന്നെയാണ് കഴിയുന്നത്. ഇനിയും തൽക്കാലത്തേക്കും ഈ റഹീം ജയിലിൽ തന്നെ തുടരും എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. സിജു.